അദ്ദേഹം വസ്ത്രം ധരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ അദ്ദേഹത്തെ കണ്ടതോടു കൂടിയിട്ട് ആ അപ്സര സ്ത്രീകൾ നഗ്നത മറച്ചു. അപ്പം ഇത് കണ്ടപ്പോൾ വേദവ്യാസ മഹർഷി ചോദിക്കുകയാണ്, എൻ്റെ പുത്രനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് നഗ്നത തോന്നിയില്ല, എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് നഗ്നത തോന്നി, എന്താണൊരു വ്യത്യാസം എന്ന് പറയണു. സ്ത്രീ പിതാ, അങ്ങയുടെ ഉള്ളിൽ സ്ത്രീയെന്നും പുരുഷനെന്നുമുള്ള ഭേദബുദ്ധിയുണ്ട്. എന്നാൽ അങ്ങയുടെ പുത്രൻ്റെ ഉള്ളിൽ സ്ത്രീയെന്നും പുരുഷനെന്നും ആണെന്നുമുള്ള ഭേദബുദ്ധിയില്ല. എന്ന് വെച്ചാൽ ശ്രീശുക ബ്രഹ്മർഷി ശരീരത്തെ അല്ല കാണുന്നത്, അദ്ദേഹത്തിൻ്റെ കാഴ്ച വേറെയാണ്. എന്നാൽ വേദവ്യാസ മഹർഷി എന്ത് കാണുന്നു? ശരീരത്തെ കാണുന്നു. അച്ഛനേക്കാളും ഉയർന്നവനായിരുന്നു പുത്രൻ. ഇതൊക്കെ ഭാഗവതത്തിന് പറയാൻ ഒരു മടിയില്ല. ഇനി മറ്റൊന്ന് നമുക്ക് കാണാം, നമുക്കും ആ ശ്രീശുക ബ്രഹ്മർഷിയെ പോലെ വേണമെങ്കിൽ അങ്ങനെ ഒരു ഉയർച്ചയിലേക്ക് ഉയരാം. അതിനാണല്ലോ അത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ശ്രീശുക ബ്രഹ്മർഷി ഇത്രയൊക്കെ ഉയർന്നിട്ടും എന്തിന് ഭാഗവതം പഠിച്ചു? പറയാണ്, ഇദ്ദേഹം ഭാഗവതം പഠിച്ചിരിക്കുന്നത് നമ്മളെയൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട്, ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും, തനിക്ക് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് സഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേദിനം അപേക്ഷതേ മഹാഭാഗ തീർത്ഥീകുറുവൻ തദാശ്രമം. പശുവിനെ കറക്കുന്ന സമയം മാത്രമേ ഒരു സ്ഥലത്ത് ശ്രീശുക ബ്രഹ്മർഷി ഇരിക്കാറുള്ളൂ അത്രേ. അതായത് 3 മിനിറ്റ് നേരം അത്രേ ഇരിക്കുള്ളൂ. പണ്ടുള്ളവർ പശുവിനെ കറക്കുമ്പോണ്ടല്ലോ ഇന്നത്തെ പോലെ പിഴിഞ്ഞ് കറക്കില്ല, കുറച്ചൊക്കെ അവിടെ നിർത്തിയിട്ട് തന്നെ കറക്കുള്ളൂ. എന്നാൽ ഇദ്ദേഹം 3 മിനിറ്റ് ഇരിക്കുന്ന ആള് ഇപ്പോഴോ അഭിമന്യുസുതം സൂത പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം കർമാണി ച ഗൃഹീണിനാം സമ്രാട് കസ്യവാഹേതോ പാണ്ഡൂനം മാനവർദ്ധന പ്രായോപവിഷ്ടോ ഗംഗായാം അനാദൃത്യാതിരൽശ്രിയം. എല്ലാ സാമ്രാജ്യ സ്ത്രീകളെയും വിട്ടുകൊണ്ട് പ്രായോപവേശത്തിന് വേണ്ടി വന്നിരിക്കുന്ന ശ്രീ പരീക്ഷത്ത് മഹാരാജാവിൻ്റെ അടുത്ത് മാത്രം ശ്രീശുക ബ്രഹ്മർഷി 3 മിനിറ്റല്ല ഇരുന്നത്, 7 ദിവസം ഇരുന്നു എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? കരുണയാഹ, ആ പരീക്ഷത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടെങ്കിൽ പോലും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ കാര്യങ്ങൾ പഠിച്ച് അത് സമൂഹത്തിന് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾക്കൊക്കെ 2 ജോലിയുണ്ട്. നാം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെയും ഉയർത്തണം, മറ്റുള്ളവരെയും ഉയർത്തണം. അപ്പോഴാണ് നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഗുരുത്വമുള്ള സംസ്കാരമാണ്. ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഗുരു മനസ്സിലാക്കിയ അറിവിനെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശിഷ്യൻ ഗുരുവായി തീർന്ന് അതേ അറിവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഗുരു ശിഷ്യനിലേക്കും പിന്നെ ആ ശിഷ്യൻ അടുത്ത ശിഷ്യനിലേക്കും ഇങ്ങനെ പരമ്പരയായി വന്നിരിക്കുന്ന അറിവാണത്. അതുകൊണ്ട് അങ്ങനെയുള്ള പരീക്ഷത്തിന് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു തരാൻ പറയുകയാണ്. എങ്ങനെയാണ് ഈ പരീക്ഷത്ത് മഹാരാജാവ് ആ കഥകളൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഈ ഭാഗവതം എവിടെ വെച്ച് രചിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നു. ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യേ, ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിലാണ് ഈ ഭാഗവതം രചിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കുലം നശിച്ചതിന് ശേഷമൊക്കെയാണ് ഭാഗവതം രചിച്ചിരിക്കുന്നത്. എവിടെ വെച്ചെഴുതി? സരസ്വത്യ ഉപസ്പൃശം ജലം ശുചി വിവിക്തദേശ ആസീന ഉദിതേ രവിമണ്ഡലേ. ബദരീനാഥിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അവിടെ ഒരു വശത്ത് അളകനന്ദയും മറുവശത്ത് മറ്റൊരു ഭാഗത്ത് സരസ്വതി നദിയും. ആ സരസ്വതി നദിയുടെ തീരത്താണ് ശമ്യാപ്രാശം എന്ന് പറയുന്നൊരു സ്ഥലം. അവിടെയാണ് വേദവ്യാസ മഹർഷിയുടെ എന്തുള്ളത്? ഗുഹയുള്ളത്. ആ വേദവ്യാസ മഹർഷിയുടെ ആശ്രമം ഗുഹയിൽ അവിടെ ഇരുന്നു കൊണ്ട് വേദവ്യാസ മഹർഷി ഇങ്ങനെ ചിന്തിക്കുകയാണ് അത്രേ. എന്താണ് അദ്ദേഹം ചിന്തിക്കുന്നത്? വിവിക്തദേശാസീനം. അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചിന്തിക്കണം. ഭൗതികാനം ച ഭാവാനം ശക്തിഹ്രാസം ച തൽകൃതം അശ്രദ്ധദാനാന്യസ്വത്വൻ ദുർമേധൻ പ്രസിദായുഷാം. ഭൗതികാനം ച ഭാവാനം. ഇനി വരുന്ന തലമുറയിൽ ആളുകൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട്. ഈ ഭാഗവതമൊക്കെ ഒരു എത്ര പഴയ ഗ്രന്ഥമാണ് നോക്കൂ, എന്നിട്ടും അതിൻ്റെ കാഴ്ചപ്പാട് നോക്കൂ. ഇനി വരുന്ന ആളുകൾ ഭൗതികാനാം, അവരുടെ മനസ്സ് എന്തിലായിരിക്കും? ഭൗതിക ചിന്തയിലായിരിക്കും. ശക്തിഹ്രാസം, ഈ ഭൗതികതയ്ക്കാണെങ്കിലോ ശക്തി കുറഞ്ഞു വരും. എന്ന് വെച്ചാൽ വസ്തുക്കളുടെയും ആളുകളുടെയും ഒക്കെ ആരോഗ്യം കുറഞ്ഞു വരും. അശ്രദ്ധതാൻ, ശ്രദ്ധ ഉണ്ടാവില്ല അവർക്ക്. ജീവിതത്തിൽ എന്താണ് ശരിക്കും നേടിയെടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകൾ കുറഞ്ഞു വരും.
എന്താ നേടിയെടുക്കേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ചുഴലും. നിസ്വത്വാൻ, പാവം മനസ്സിനൊരിക്കലും സ്വസ്ഥതയുണ്ടാവില്ല. ദുർമേധാൻ, തൻ്റെ വിവേകമാകെ നശിച്ചുപോയൊരു വിവേകമായിരിക്കും. ഹ്രസ്യതായുഷ, ആയുസ് തന്നെ വളരെ ചുരുങ്ങും. അതായത് ഈ കലിയുഗത്തിലേക്കുള്ള ഈ പ്രവാഹം വരുമ്പോഴേക്കും മനുഷ്യൻ കൂടുതൽ ഭൗതികതയിലേക്ക് ശ്രദ്ധ തിരിക്കും. അവൻ്റെ കുടുംബജീവിതം നോക്കിക്കഴിഞ്ഞാൽ, വ്യക്തി ജീവിതം നോക്കിക്കഴിഞ്ഞാൽ, സമൂഹ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവന് ഉയർച്ചയേക്കാളേറെ താഴ്ചയാണ് ഉണ്ടാവുക. ദുർഭഗാൻച ജനാൻ വീക്ഷ്യ, നമ്മളെപ്പോലുള്ള ആളുകളെ വീക്ഷ്യ നോക്കിക്കൊണ്ട്, വരാൻ പോകുന്ന തലമുറകളിലെ ദുർഭഗാൻ, ഭാഗ്യം കെട്ടവരെ നോക്കിക്കൊണ്ട്, മുനിർ ദിവ്യേന ചക്ഷുഷ, മനസ്സിലാവില്ലേ? ദിവ്യമായ ചക്ഷുഷ കൊണ്ട് അദ്ദേഹം സർവവർണാശ്രമാനാം യതദ്യോഹി തമോഗതൽ, എല്ലാ വർണ്ണങ്ങൾക്കും എല്ലാവർക്കും ഉത്കർഷയുണ്ടാവണം, എല്ലാവരെയും ഉയർത്തണം, അതിനെനിക്ക് എന്താ ചെയ്യാനുള്ളത് എന്നിങ്ങനെ ആര് ചിന്തിച്ചു? വേദവ്യാസ മഹർഷി. നമുക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റാറുണ്ടോ? നമ്മളൊക്കെ പണ്ടൊരാൾ പറഞ്ഞ പോലെ അമ്പലത്തിൽ പോയാൽ തന്നെ പ്രാർത്ഥിക്കണത് ഞാൻ എൻ്റെ കെട്ടിയോളോ ഓളോ കുട്ടിയോളോ. അതിനൊക്കെ അപ്പുറത്തുള്ളൊരു റേഞ്ചൊന്നും നമുക്കില്ല. അതായത് ഞാനും രക്ഷപ്പെടണം, എൻ്റെ ഭാര്യയും രക്ഷപ്പെടണം, അതിലുള്ള രണ്ട് കുട്ടികളും രക്ഷപ്പെടണം, ഇത്രയും വേണ്ടു. അങ്ങനെ ഒരു ലിമിറ്റഡ് കമ്പനിയിലാണ് നമ്മൾ ഓടുന്നത്. അന്നത്തെ മഹാത്മാക്കളൊക്കെ ചിന്തിക്കുന്നത് എല്ലാവരെയും ഉയർത്താൻ എനിക്ക് എന്താ ചെയ്യേണ്ടത്, അതാണ് ഭാരതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. എന്നിട്ടോ അദ്ദേഹം അവിടെ ഇരുന്ന് ചിന്തിച്ചിട്ട് സ്വയം പറയാണ്, ഞാൻ എൻ്റെ ശിഷ്യന്മാരിലൂടെ ഋഗ്യജുസാമ അധർവാക്യാം വേദാചത്വാര ഉദ്ധൃത ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ തത്രദ്വേദ്വരപ്പൈല സാമഗോ ജൈമിനി കവി വൈശമ്പായനൈവൈഗോ നിഷ്ണാദോ യജുഷാമുധാം. 4 വേദങ്ങൾ എൻ്റെ ശിഷ്യരിലൂടെ ഞാൻ വികസിപ്പിച്ചു. ആരിലൂടെയൊക്കെയാണത്രേ? പൈല ഋഗ്, പൈലൻ എന്ന് പറയുന്ന ആചാര്യനിലൂടെ ഋഗ്വേദം, അതുപോലെ ജൈമിനി എന്ന് പറയുന്ന ആചാര്യനിലൂടെ സാമവേദം, അതുപോലെ വൈശമ്പായനിലൂടെ യജുർവേദം, പിന്നീട് സുമന്തുവിലൂടെ അഥർവവേദം, പിന്നീട് രോമഹർഷനിലൂടെ ഇതിഹാസ പുരാണം, ഇതിഹാസങ്ങളും പുരാണങ്ങളും. കുറേയൊക്കെ ഐഡിയകളുണ്ടല്ലോ നിങ്ങൾക്ക്. 4 വേദങ്ങളുണ്ട്. ഏതൊക്കെ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 2 ഇതിഹാസങ്ങളുണ്ട്, രാമായണം, മഹാഭാരതം. പിന്നീട് 17 പുരാണങ്ങൾ. ഇതൊക്കെ രോമഹർഷൻ എന്ന് പറയുന്ന അയാളിലൂടെ എഴുതി വെച്ചു. എന്നിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ശിഷ്യന്മാരിലൂടെ, പ്രശിഷ്യന്മാരിലൂടെ ഞാൻ അതെല്ലാം പ്രചരിപ്പിച്ചു. എന്നിട്ടെന്ത് ചെയ്തു? സ്ത്രീ ശൂദ്രദ്വിജബന്ധൂനം ത്രയേന ശ്രുതിഗോചര കർമ്മശ്രേയസി മൂഢാനം ശ്രേയ ഏവം ഭവേദിഹ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാകൃതം. എന്നിട്ടോ വേദം പഠിക്കാൻ യോഗ്യത ഇല്ലാത്ത, പുരാണങ്ങളൊക്കെ പഠിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഭാരതമാഖ്യാനം, ഞാൻ ഭാരതത്തെ രചിച്ചു. വേദവ്യാസ മഹർഷി സാധാരണക്കാർക്ക് വേണ്ടി എന്ത് രചിച്ചു? ഭാരതം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് സർവാത്മകേനാവി യഥാ നാതുഷ്യൽ ഹൃദയം തഥാ, ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ ഹൃദയത്തിന്, എൻ്റെ മനസ്സിന് ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്നുള്ളൊരു തുഷ്യത, ഒരു സന്തോഷമില്ല, ഒരു കൃതാർത്ഥതയില്ല. ഇപ്പം എത്രയോ കാര്യങ്ങൾ ചെയ്തു വെച്ച മഹർഷിക്ക് ഇനിയും എന്തോ ഒന്ന് ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ളൊരു തോന്നൽ. അതെന്താണെന്നറിയുന്നില്ല. പറയാണ്, ധൃതവ്രതേന ഹി മയാ ചന്ദാംസി ഗുരവോക്നയാ മാനിതാ നിർവിളീകേന ഗൃഹീതം ചാനുശാസനം. എന്താ, ഞാൻ എൻ്റെ ഗുരുവിനെ വേണ്ട വിധത്തിൽ വന്ദിച്ചിട്ടില്ലേ? എൻ്റെ ഗുരുവിൽ നിന്നും വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? ഞാൻ വ്രതങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ചെയ്തിട്ടില്ലേ? ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? എവിടെയാണ് എനിക്ക് അസമ്പന്നൈവാഭാതി, എവിടെയോ ഒരു അസമ്പന്നത, ഞാൻ കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ള തോന്നൽ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് സ്വയം പറയാണ്, ഭാഗവതാധർമ്മം എന്ന പ്രായേണ നിരൂപിത, ഞാൻ ഭഗവാന്റെ ധർമ്മം വേണ്ടത്ര എഴുതിയിട്ടില്ല എന്നുണ്ടോ? അതായിരിക്കുമോ? സ്വയം സംശയം തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് കടന്നു വരുന്നു. അതതം സുഖമാസീന ഉപാസീനം മൃഗസ്രവ ദേവർഷി പ്രാവിപ്രശ്യം വീണാപാണി സ്മയന്നിവ. ഒരാള് വളരെ ആത്മാർത്ഥതയോടുകൂടി ചിന്തിക്കുകയാണെങ്കിൽ അയാളുടെ മുന്നിലേക്ക് ഒരു ഭഗവാന്റെ രൂപം ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ കടന്നു വരും. ഇവിടെ വേദവ്യാസ മഹർഷിയുടെ അടുത്തേക്ക് കടന്നു വരുന്നത് നാരദ മഹർഷിയാണ്. കണ്ടതും വളരെ ആദരവോടെ എണീറ്റു, വേണ്ട വിധത്തിൽ പൂജിച്ചു. ആ സമയത്ത് നാരദ മഹർഷി ചോദിക്കുകയാണ്, ഓ മഹാത്മാവേ, അങ്ങ് എന്തെല്ലാം രചിച്ചു വെച്ചു! ഓ, അങ്ങയുടെ കഴിവുകളൊക്കെ അത്യത്ഭുതം തന്നെ.
പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ജിജ്ഞാസിതം, അറിയേണ്ടതൊക്കെ അറിഞ്ഞ ആളാണങ്ങ്. ബ്രഹ്മസനാതനം, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന പരമസത്യമാണ് എല്ലാവരെയും നിലനിർത്തുന്നതെന്ന് അങ്ങേക്ക് നല്ല ബോധ്യമായിട്ടുണ്ട്. അതിലങ്ങയുടെ മനസ്സ് ഉറച്ചിട്ടുമുണ്ട്. എന്നിട്ടും ശോചസ്യ ആത്മാനം അകൃതാർത്ഥ, അങ്ങയുടെ മനസ്സിലെന്തോ ഒരു കൃതാർത്ഥത ഇല്ലാത്തതുപോലെ ഞാൻ കാണുന്നു. എന്താണ് അങ്ങയുടെ മനസ്സിന് ഇത്ര ഒരു വിഷമം? ആര് ചോദിച്ചു? നാരദ മഹർഷി. ഇവിടെ ഒരു ചോദ്യവും ആര് പറഞ്ഞിട്ടില്ല? വേദവ്യാസ മഹർഷി പറഞ്ഞിട്ടില്ല. പക്ഷെ വേദവ്യാസ മഹർഷിയുടെ മുഖം നോക്കിയപ്പോൾ തന്നെ ആർക്ക് മനസ്സിലായി? നാരദ മഹർഷിക്ക്. ഇതിനെയൊക്കെ ദൈവനിയോഗം എന്ന് പറയും. അപ്പോൾ ഉടനെ തന്നെ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയ്ക്കറിയാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങാണെങ്കിലോ ത്വം പര്യടന്നർക്കൈവത്രിലോകി അന്തശ്ചരോ വായിരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മദോ ഭൃതൈ സ്നാദസ്യമേ നൂനമലം വിചക്ഷ. സൂര്യനെപ്പോലെ ത്രിലോകങ്ങളിൽ സഞ്ചരിക്കുന്ന മഹാത്മാവേ, അങ്ങയ്ക്കറിയാത്ത വല്ലതും ഉണ്ടോ ഈ ലോകത്തിൽ? എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു ന്യൂനത എനിക്കുണ്ടെങ്കിൽ അത് അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നെ ഉയർത്തിയാലും അങ്ങ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. ഇത് കേട്ടപ്പോൾ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് വേദവ്യാസ മഹർഷിക്ക് ഉണ്ടായ ന്യൂനത, എവിടെയാണ് കുറവ് പറ്റിയത്. വളരെ ശ്രദ്ധിക്കണേ. ഇവിടെ ഞാൻ വായിക്കുന്നത് പ്രഥമസ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിലാണ്. ഈ ഭാഗവതത്തിൻ്റെ ഒരു മഹത്വം ഇവിടെ കാണാം. പറയുന്നു, അങ്ങ് പലതും എഴുതിയിട്ടുണ്ടെങ്കിലും ധർമ്മത്തെക്കുറിച്ച് പറയാൻ മഹാഭാരതം രചിച്ചു, ഉപാസനകളെക്കുറിച്ച് പറയാൻ 17 പുരാണങ്ങൾ രചിച്ചു. പക്ഷേ ഇതൊക്കെ എഴുതിയിട്ടും യഥാ ധർമാദയശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിതാം ന തഥാ വാസുദേവസ്യ മഹിമാനുവർണിത. അങ്ങ് ധർമ്മ അർത്ഥ കാമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു, വിസ്തൃതമായി, വളരെ വിശാലമായിട്ട്, വളരെ ആഴത്തിലൊക്കെ സംസാരിച്ചുവെങ്കിലും ന തഥാ വാസുദേവസ്യ മഹിമാഹി അനുവർണിത. ആരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല? വാസുദേവനെക്കുറിച്ച്, വാസുദേവ മഹിമയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങ് പലതും എഴുതിയിട്ടുണ്ടെങ്കിലും ഇനി ആരെക്കുറിച്ച് എഴുതേണ്ടതുണ്ട്? വാസുദേവന്റെ മഹിമ. ആരാ വാസുദേവൻ? എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം എന്നാണ് വാസുദേവ. ആ ശബ്ദം ഞാൻ വിഷ്ണു സഹസ്രനാമത്തിലൂടെ നിങ്ങളോട് പറഞ്ഞു തന്നു അല്ലേ? വാസുദേവൻ എന്ന് പറഞ്ഞാൽ വാസനാൽ വാസുദേവസ്യ വാസിതം ഭുവനത്രയം സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ. എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ തന്നെയാണ് വാസുദേവൻ. ഭാഗവതം വളരെ വ്യക്തമാണ്, അതിലൊന്നും സംശയമില്ല. പറയുന്നു, ക്ഷേത്രജ്ഞ ആത്മാ പുരുഷ പുരാണ സാക്ഷാൽ സ്വയം ജ്യോതിരജപരേശ നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായയാത്മന്യവതീയമാന. ക്ഷേത്രജ്ഞ ആത്മാ പുരുഷ പുരാണ. ക്ഷേത്രജ്ഞനെന്നും പുരാണ പുരുഷനെന്നൊക്കെ വിളിക്കുന്ന ആത്മാ അത് തന്നെയാണ് നാരായണോ ഭഗവാൻ വാസുദേവ. നാരായണനെന്നും വാസുദേവനെന്നും. അപ്പൊ ഈ സംശയം ഉണ്ടാവരുത്. നമ്മൾ ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉടനെ അർത്ഥം എടുക്കേണ്ടത് വാസുദേവനം എന്ന് പറയുന്നത് എന്നിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. അങ്ങനെയുള്ള വാസുദേവന്റെ മഹിമ അനുവർണിച്ചിട്ടില്ല. എന്നിട്ട് പറയുന്നു, ന യദൽവചിത്രപദം ഹരേയശോ ജഗൽ പവിത്രം പ്രഗണീതകർജിജൽ തദ്വായസം ദേത്തമുശന്തി മാനസ നയത്ര ഹംസ നിരമന്തി ശിക്ഷയാ ന വചിത്രപദം ഹരേയശോ. ഹരിയുടെ യശസ്. ഹരി എന്ന് പറയുമ്പോഴും നമുക്ക് അർത്ഥം ഇതാ വരിക. ഹരി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അർത്ഥം വരിക കൃഷ്ണൻ എന്നാണ്. പക്ഷെ ഭാഗവതത്തിൽ ഹരി എന്ന് പറയുന്ന കൃഷ്ണനല്ല. വീണ്ടും പറയുന്നത് ഹരി എന്ന് പറയുന്നത് ആരാണത്രേ? ഹരി ഹരി ദേഹഭൃതാമാത്മാ. ഹരി എന്ന് പറയുന്നത് ദേഹമുള്ളവരുടെ ആത്മാവാണ്, ദേഹത്തിൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവാണ്. ഭാഗവതത്തിൽ ഓരോ വരി വരുമ്പോഴും ഞാൻ പറഞ്ഞുതരാം, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ശ്ലോകങ്ങളൊക്കെ ആ സന്ദർഭം വരുമ്പോൾ. പറയണു, ഹരി എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്ത് പറയും. ഹരി ആരാണ്? ഏതുപോലെയാണ് ഹരി? പറയാണ്, ഹരി ഹി സാക്ഷാൽ ഭഗവാൻ ശരീരിണോ ആത്മാ ചഷാണാം ഇവതോയമീപ്സിതം. ഹരി ഹി സാക്ഷാൽ. ഹരി ആരാണ്? ശരീരിണാം, ആത്മാ എല്ലാവരുടെയും ആത്മാവാണ്. ഏതുപോലെ? ചഷാണാം ഇവ തോയമീപ്സിതം. എന്തൊരു ഗംഭീര ഉദാഹരണങ്ങളാണ് നോക്കൂ. ചഷം എന്ന് പറഞ്ഞാൽ മത്സ്യം. മത്സ്യങ്ങൾക്ക് എപ്രകാരമോ വെള്ളം, മത്സ്യങ്ങൾക്ക് എപ്രകാരമാണോ വെള്ളം, അതുപോലെയാണ് ഈ മനസ്സാകുന്ന വെള്ളത്തിന് നീന്തി കളിക്കണം എന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ ആര് വേണം? ഹരിയാകുന്ന ചൈതന്യം വേണം. എന്ത് രസമാണ്.